ഹലോ. ഇന്ന് നമ്മൾ വന്നേക്കണത് കുറച്ച് തിരക്കുള്ളൊരു ദിവസത്തെ കേക്കിൻ്റെ വ്ളോഗായിട്ടാണ് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത് പീസ് കേക്കിൻ്റെ ബേക്കിംഗ് ആണ്. പിസ്തയുടെ ഫ്ലേവറായിരുന്നു കേട്ടോ. അത് ഒരു 200 പീസായിരുന്നു നമ്മളോട് കസ്റ്റമർ പറഞ്ഞത്, പിസ്തയുടെ ഫ്ലേവറിലായിട്ട്. അങ്ങനെയാണ് കേട്ടോ. നമ്മൾ അത് സ്ക്വയറിൻ്റെ ടിന്നിൽ കുറച്ച് ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ടോൾ കേക്കും ഒരു 2 ടയർ കേക്കും ഉണ്ടായിരുന്നു. 2 ടയർ ഡെമ്മി ആയിരുന്നു, താഴെ ഡെമ്മി കൊടുത്തിട്ട്. അപ്പോൾ നമ്മൾ ബേക്കിങ്ങൊക്കെ ആദ്യം സ്റ്റാർട്ട് ചെയ്തു തലേ ദിവസം. അങ്ങനെ നമ്മൾ ക്രീമൊക്കെ ഒരു സൈഡിൽ അതവിടെ ബീറ്റ് ആക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ക്രം കോട്ടും കാര്യങ്ങളും അതിലേക്ക് കിടക്കാം കേട്ടോ. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മളിങ്ങനെ ലോങ് വീഡിയോ ഒക്കെ ഇടുമ്പോൾ നമ്മളോട് കമൻ്റായിട്ടൊക്കെ പറയണം, അഭിപ്രായങ്ങളൊക്കെ നമ്മളോട് പറയണം കേട്ടോ. സാറ്റർഡേ സൺഡേ ആയിട്ട് നമുക്ക് അത്യാവശ്യം കൂടുതൽ വർക്കുള്ള ദിവസങ്ങൾ. അപ്പോൾ നമ്മൾ ഫ്രൈഡേ തന്നെ അതിൻ്റെ ബേക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് സൺഡേക്ക് ഓർഡർ വരുമ്പോൾ പിന്നെ ഒരുമിച്ച് ഒരുപാട് ചെയ്യാനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല. ഇവൻസിൻ്റെ വർക്ക് ആയതുകൊണ്ട് തന്നെ നമ്മളോട് ഫ്ലേവറും കാര്യങ്ങളൊന്നും പറയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ സ്ട്രോബെറിയുടെ ക്രഷും മിൽക്ക് മെയ്ഡും ഉപയോഗിച്ചാണ് കേട്ടോ നമ്മൾ ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കാറ്. പിസത്തിന് വേണ്ടി ചെയ്യുന്ന കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമ്മൾ ടോളാക്കിയിട്ട് തന്നെ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ടോൾ കേക്കായിട്ട് തന്നെ ഒരെണ്ണം കൂടി ചെയ്യുന്നുണ്ട്. അത് നമുക്ക് 2 ടയറായിട്ട് ചെയ്യണതിൻ്റെ മേളിൽ ഡമ്മിയുടെ മേളിൽ വെക്കാനാണ്. അതും ഇവൻസിന് തന്നെ ആയിരുന്നു. സാറ്റർഡേ തന്നെ എല്ലാം നമ്മൾ ക്രം കോട്ടും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. അപ്പം അല്ലെങ്കിൽ നമുക്ക് സൺഡേയിൽ കൊടുക്കാനായിട്ട് പിന്നെ വർക്ക് വരുമ്പം എടുക്കാൻ അത്ര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമുക്കിത് പീസ് കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നല്ലോ, അത് നമ്മൾ അന്ന് തന്നെ ഡെലിവറി ചെയ്തു, രാത്രി തന്നെ കൊടുത്തു. രാവിലെ കൊടുക്കാൻ നമുക്ക് ടൈം ഉണ്ടാവില്ല. നമുക്ക് രാവിലെ കുറച്ച് ഈ കേക്കുകളൊക്കെ നമുക്ക് ഡെലിവറി ഉള്ളതാണ്. പിറ്റേ ദിവസം നമ്മൾ കാലത്ത് തന്നെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഷെയ്ഡായിട്ട് നമ്മളൊരു പിസ്തയുടെ ഒരു ഗ്രീൻ കളറായിട്ടാണ് കേട്ടോ ഇതിനെ നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കുന്നത്. പിന്നെ അതിൻ്റെ 2 ഷെയ്ഡ് കളറും കൂടി വരുന്നുണ്ട്. 25th എന്തോ ഒരു സെറമണി കേക്കായിട്ട് ചെയ്യാനാണ്. എന്താണെന്നൊന്നും നമ്മളോട് പറഞ്ഞിട്ടുണ്ടായില്ല. നമ്മളെ ഐഡിയക്ക് അനുസരിച്ച് ഒരു മോഡൽ കൊടുക്കുക എന്ന് മാത്രം. അങ്ങനെ നമ്മൾ ഡെമ്മിമ്മയും കൂടി ഡെമ്മിമ്മയായിട്ട് നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ ഏറ്റവും ബുദ്ധിമുട്ട്. അതിൻ്റെ താഴെ നമ്മൾ ഇങ്ങനെ പിടിച്ച് പതുക്കെ പതുക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ വീഡിയോയിൽ കാണുമ്പോൾ ഇച്ചിരി സ്പീഡാക്കി നമ്മൾ എടുക്കണ കാരണമാണ് കേട്ടോ. അത് ഒരുപാട് ടൈം എടുത്താട്ടോ നമ്മളിത് ചെയ്യുന്നത്. കളറായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഒരു ലൈറ്റ് ക്രീം കളറ് ഷെയ്ഡ് കൊടുത്തിട്ടാണോ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു കളറും കൂടി നമ്മൾ അതിന്മേൽ കൊടുത്ത് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഡമ്മിയാണ്. രണ്ടിലും നമ്മൾ ഒരേ സമയം കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരേ കളറിൻ്റെ ഒരു പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് തന്നെ ഒരുമിച്ച് ചെയ്ത് കഴിയുമ്പം അത്രയും എളുപ്പമാവുമല്ലോ. നമ്മളെ ചാനലിൽ കൂടുതലും ഡെക്കറേഷൻ വീഡിയോ ആണ് കേട്ടോ ഇടാറുള്ളത്. അപ്പോൾ അങ്ങനെ ഡെക്കറേഷൻ വീഡിയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളോട് ഒന്നും കൂടി കമൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് പറയണേ. അപ്പോൾ നമ്മൾ ഡെക്കറേഷൻ വീഡിയോ ഇടുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ 3 ഷെയ്ഡ് കൊടുത്ത് അതിന് വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ബാറ്റ് പിസത്തിൻ്റെ ആ കേക്കും കൂടി ചെയ്യാനുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി ചെയ്യും. ഇപ്പോൾ നമ്മൾ ബാറ്റ് പിസത്തിൻ്റെ കേക്കാണ് കേട്ടോ നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കുന്നത്. നല്ല മഴയുള്ള ദിവസം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടും കാര്യങ്ങളും എപ്പോഴും കറണ്ടൊക്കെ പോയി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ക്രീമൊക്കെ പിന്നെ അത്യാവശ്യം നമ്മൾ ബീറ്റ് ചെയ്ത് വെക്കാറുണ്ട്. ഒരു പെർപ്പിൾ ഷെയ്ഡ് കൊടുത്തിട്ടാണ് നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ കേട്ടോ നമ്മളോട് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബാക്കി കാര്യങ്ങളൊന്നും നമ്മളെ ഇഷ്ടത്തിന് തന്നെ വെച്ച് കൊടുക്കുന്നതാണ്. കുരിശും ഒരു ബാറ്റ് പിസത്തിൻ്റെ സ്റ്റിക്കും ഒരു ഫെദറും കൂടി വെച്ച് കൊടുത്ത് അതിൻ്റെ ലുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് വന്നത് ബാറ്റ് പിസത്തിൻ്റെ. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കപ്പ് കേക്കും സിക്കിൾസും പോപ്സും ഡോണട്ടും കൂടി ഉണ്ടായിരുന്നു, അതും കൂടി ചെയ്തെടുക്കുന്നുണ്ട്. കേക്കും ഡോണട്ടും സിക്കിൾസും പോപ്സൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ തലേ ദിവസം തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമുക്ക് രാവിലെ എളുപ്പമായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളിതിൻ്റെ ഫൈനൽ ലുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളോട് ഫ്ലവറും കാര്യങ്ങളൊക്കെ നമ്മളെ ഇഷ്ടത്തിന് തന്നെ വെച്ച് കൊടുക്കുന്നതാണ്. പെൻസിൻ്റെ വർക്കായതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെ ഇഷ്ടത്തിന് ഡെക്കറേറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻ്റായിട്ട് ഇടണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത്. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് വന്നത്. പിന്നെ നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അടുത്തതായിട്ട് നമ്മളെ ബാറ്റ് പിസത്തിൻ്റെ കൂടെയുള്ള സെറ്റും കൂടി കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ ഡെലിവറി ചെയ്തു കേട്ടോ. ബാറ്റ് പിസം നമുക്ക് അവിടെ പോയി സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ളതാട്ടോ. അത് മൊത്തത്തിൽ നമ്മളവിടെ കൊണ്ടുപോയി സെറ്റ് ചെയ്ത് വെച്ച് വരണമായിരുന്നു.
അപ്പോൾ രണ്ടും ഒരേ സ്ഥലത്തേക്കായിരുന്നു കേട്ടോ നമുക്ക് ഡെലിവറി ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടുന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചു പോന്നു. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ലൈക്കും കമൻറ്റും ഒക്കെ തരണം കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.